നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റിയുള്ളത് വേണം. ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും. ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ്. നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി, വിദഗ്ധരായ തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ കൃത്യതയും, കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക്ക് ബ്രിക്സിന്റെയും ഹോളോ ബ്രിക്സ്, AAC ബ്ലോക്സ്, ജാളികൾ എന്നിവയുടെയും ഗംഭീര കളക്ഷൻ. ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ. നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ്. പാസ്കോ. വാർത്തകൾ വിശദമായി. AR നഗർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധീരദേശാഭിമാനി മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെ 79ാം ചരമവാർഷിക ദിനം ആചരിച്ചു. കൊളപ്പുറം ടൗൺ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ നടന്ന ചടങ്ങ് AR നഗർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഹംസ തെങ്ങിലാന്റെ അധ്യക്ഷതയിൽ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് കൊളക്കാട്ടിൽ ഇബ്രാഹിംകുട്ടി ഉദ്ഘാടനം ചെയ്തു. മൈനോറിറ്റി കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി KC അബ്ദുറഹ്മാൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. ചേർത്തിട്ടില്ല. നിങ്ങൾക്കറിയാം, അദ്ദേഹം ഒരു സലഫി പ്രസ്ഥാനത്തിനോട് ഒട്ടിനിന്ന ആളായിരുന്നു. മൗലാന അബുൽ കലാം ആസാദിന്റെ മതപരമായ കാഴ്ചപ്പാടുകളൊപ്പം നിന്ന ആളായിരുന്നു. അദ്ദേഹത്തിന്റെ ഒപ്പം നിന്ന ഒരു വ്യക്തിത്വമായിരുന്നു CD സാഹിബ്. പക്ഷേ അദ്ദേഹം പലിശയ്ക്ക് അനുകൂലമായി ഫത്വ ഇറക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ പ്രസ്ഥാന ബന്ധുക്കളായിട്ട് പോലും എന്ന ആ ഫത്വയ്ക്കെതിരെ ശക്തിയുക്തം എതിർത്ത് ആ പ്രസ്താവനയും ആ ഫത്വയും മുന്നോട്ട് വെച്ച ആളുകൾക്ക് അതിൽ നിന്ന് പിന്തിരിയേണ്ടി വന്നു. അതുപോലെ തന്നെ പൊന്നാനി മൗലത്തിൽ സുന്നി ഭാഗത്തിന്റെ പൊന്നാനി മൗലത്തിൽ ഇസ്ലാം സഭയിലുള്ള ചില മൈനോറിറ്റി കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി കരീം കാമ്പ്രൻ, മണ്ഡലം ട്രഷറർ PK മൂസ ഹാജി, മണ്ഡലം ഭാരവാഹികളായ സക്കീർ ഹാജി, ശൈലജ പുനത്തിൽ, ഉബൈദ് വെട്ടിയാടൻ, മജീദ് പൂളക്കൽ, അബൂബക്കർ KK, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി സുഹറ പുള്ളിശ്ശേരി എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. അസ്ലം മമ്പുറം, അബൂബക്കർ പുകയൂർ, ബീരൻ ഹാജി കക്കാടംപുറം, ബഷീർ പുള്ളിശ്ശേരി, അലവി EV, മുസ്തഫ ചേലക്കൻ, ഉസ്മാൻ KT, ശ്രീധരൻ കൊളപ്പുറം, ഷെഫീഖ് കരിയാടൻ, സുനിൽ മമ്പുറം, മുസ്തഫ KT, ചന്ദ്രൻ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. മണ്ഡലം കോൺഗ്രസ് ജനറൽ സെക്രട്ടറിമാരായ രാജൻ വാക്കയിൽ സ്വാഗതവും മൊയ്തീൻ കുട്ടി മാട്ര നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.